ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 5 കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 27. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. ശ്ലോകം 28. യതേന്ദ്രിയമനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. വിവർത്തനം. ബാഹ്യവിഷയങ്ങളെയെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടിയുറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ. ഭാവാർത്ഥം. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ഒരാൾക്ക് തൻ്റെ ആത്മീയ സത്തയെപ്പറ്റി ബോധമുണ്ടാവും. പിന്നെ ഭക്തിപൂർവകമായ സേവനത്തിലൂടെ ഭഗവാനെ അറിയാനും സാധിക്കും. ഈ സേവനത്തിൽ തഴക്കം വന്നാൽ അതീന്ദ്രിയാവസ്ഥയിലെത്തി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാൻ അർഹനാകുന്നു. ഈ പ്രത്യേക അവസ്ഥയെ പരമപദ പ്രാപ്തി എന്ന് പറയുന്നു. ഇങ്ങനെ ബ്രഹ്മനിർവാണ തത്വങ്ങൾ വിവരിച്ച ശേഷം അഷ്ടാംഗയോഗമെന്ന് പറയുന്ന യോഗാനുഷ്ഠാനത്തിലൂടെ ആ നിലയിലെത്തേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് അഷ്ടാംഗയോഗം. 6-ാം അധ്യായത്തിൽ യോഗത്തെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. ഈ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അതിന് പ്രാരംഭം കുറിക്കുന്നു. യോഗാനുഷ്ഠാനത്തിൽ പ്രത്യാഹാരമെന്ന പദ്ധതിയാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളെ പുറത്താക്കുകയും ഭ്രൂമധ്യത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് ഇമകൾ പകുതിയടച്ച് നാസാഗ്രത്തിൽ മനസ്സൂന്നുകയും വേണം. കണ്ണുകൾ തികച്ചും അടയ്ക്കുവാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഉറങ്ങിപ്പോയെന്ന് വരാം. കണ്ണുകൾ തുറന്നു വച്ചാലാകട്ടെ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽപ്പെട്ടേക്കും. ശരീരത്തിൽ മേൽപോട്ടും കീഴ്പോട്ടുമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന വായുവിനെ ക്രമീകരിച്ച് നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തണം. ഈ യോഗാനുഷ്ഠാനം കൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകും. ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. അങ്ങനെ പരമപദപ്രാപ്തിക്ക് തയ്യാറെടുക്കുകയും ചെയ്യാം. ക്രോധ ഭയോദ്യോഗങ്ങളിൽ നിന്നും മോചനം നേടാനും അതീന്ദ്രിയാവസ്ഥയിൽ പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും സഹായിക്കുന്നതാണ് ഈ യോഗചര്യ. യോഗ സിദ്ധാന്തങ്ങളെ പ്രവൃത്തിയിൽ വരുത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി കൃഷ്ണാവബോധത്തിൻ്റേതാണ്. ഇതിനെപ്പറ്റി അടുത്ത അധ്യായത്തിൽ പ്രസ്താവിക്കും. കൃഷ്ണാവബോധമുദിച്ച ഒരാൾ സദാ ഭക്തിപൂർവകമായ സേവനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കയാൽ മറ്റു വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ച് അപകട സാധ്യതയുണ്ടാക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണോപായമെന്ന നിലയിൽ കൃഷ്ണാവബോധം അഷ്ടാംഗ യോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.